നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ വളരെയധികം വിറയിലാണ്, ധൈര്യമായിട്ട് വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, വണ്ടി ഓടിക്കാൻ വളരെയധികം പേടിയാണ്, അതിനൊരു മറുപടി തരാമോ എന്നൊരാൾ ചോദിച്ചു. ഇത് വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണ്. അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് കമൻസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഒരു വണ്ടി എങ്ങനെ ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ, അതുപോലെ തന്നെ വിറയലൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഓടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വണ്ടി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയൽ, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ, ധൈര്യമില്ലായ്മ, പേടി, ഇവയൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് ഏറ്റവും ആദ്യം ഒന്ന് പറഞ്ഞു തരാം. പേടി, വിറയൽ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ധൈര്യമില്ലായ്മ, ഇതെല്ലാം മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. എല്ലാ മനുഷ്യരിലും ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തുകൊണ്ട് വണ്ടി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിറയലുണ്ടാകുന്നു അല്ലെങ്കിൽ ധൈര്യം നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് വാഹനം പഠിപ്പിച്ചു തരുന്ന അധ്യാപകൻ തൊട്ടടുത്ത് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. അതായത് വണ്ടി ഓടിച്ച് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ, അത് അദ്ദേഹം കാണുന്നുണ്ടല്ലോ, കാണുമ്പോൾ അദ്ദേഹം എന്താണ് വിചാരിക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും വണ്ടി നന്നായിട്ട് ഓടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിറയിലും പേടിയൊന്നും നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾക്ക് വണ്ടി പഠിപ്പിക്കുന്നത് ഒരു അധ്യാപകനാണ്. അധ്യാപകൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, നമുക്ക് തെറ്റുകൾ തുടക്കത്തിൽ വരും. ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ നമുക്ക് സ്വയമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് വണ്ടി ഓടിക്കുന്ന കാര്യം മാത്രമല്ല, ഏതൊരു കാര്യമായിക്കോട്ടെ, നമുക്ക് ഇങ്ങനെയുള്ള തിരിച്ചറിവുകളും ഇങ്ങനെയുള്ള ചിന്തകളുമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും വണ്ടി നന്നായിട്ട് ഓടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും അദ്ദേഹം എന്ത് ചിന്തിക്കുന്നു അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പോകുവാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വണ്ടി പഠിക്കാൻ വന്ന ഒരാളാണ്, അപ്പോൾ എനിക്ക് തെറ്റും കുറവുകളും തീർച്ചയായിട്ടും സംഭവിക്കും. അത് പറഞ്ഞു തരാനുള്ള അധ്യാപകനാണ് തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, അത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. തെറ്റുകൾ എനിക്ക് വരും എന്നുള്ള തിരിച്ചറിവോടെ നിങ്ങൾ വണ്ടി പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിറയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ചിലർക്കുള്ളൊരു പ്രശ്നമാണ്, വണ്ടി ഓടിക്കുവാൻ വളരെയധികം പേടിയാണ്, ആവശ്യമില്ലാത്ത പേടിയാണ്. വണ്ടി ഓടിക്കുമ്പോൾ ഇടിക്കുമോ, അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പേടി കൂടുതലായിട്ട് ആൾക്കാർ വണ്ടി പഠിക്കുവാനായിട്ട് മടിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വണ്ടി നിർമ്മിച്ചു വരുമ്പോൾ വണ്ടിക്ക് എല്ലാവിധ സേഫ്റ്റിയോട് കൂടിയാണ് ഒരു വണ്ടി നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്കൊരു വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. ഒരു എക്സ്പേർട്ട് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഓടിക്കണം, അതുപോലെ തന്നെ ഓടിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് ഒരു പക്ഷെങ്കിൽ ഒരു മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പിന്നിലെ കാര്യം വേറൊന്നുമല്ല, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് വണ്ടി ഓടിക്കുന്നതിലും ഏതൊരു കാര്യത്തിലും ഉള്ളത്. നിങ്ങളുടെ വണ്ടി ഓടിക്കുന്നതിലുള്ള ടാലൻറ്റ് സ്വയമായിട്ട് മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ അടുത്ത് ഒരാൾ വണ്ടി പഠിക്കുവാനായിട്ട് വന്നു. ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എന്നെ വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോഴും അദ്ദേഹം ലൈസൻസ് ഒക്കെ എടുത്തപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്. എന്നെ വളരെയധികം കാര്യമാണ്. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. എന്നെക്കാൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുമാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന് വണ്ടി ഓടിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമാണ്. എന്നാൽ അദ്ദേഹത്തിന് പേടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നല്ല ആത്മവിശ്വാസമുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ആളുമാണ്. ഞാൻ അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്താണ് പഠിപ്പിച്ചത്. എന്നാൽ പുള്ളിക്കാരൻ വണ്ടി ഓടിക്കുന്നുണ്ട്, നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. എന്നാൽ എക്സ്പേർട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾ ഓടിക്കുന്നത് പോലെയല്ല അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. കാരണം ഏജ്ഡ് ആയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് എങ്ങനെ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും. ചിലപ്പോൾ അദ്ദേഹം സെക്കൻഡ് ഗിയറിൽ പോകാറുണ്ട്, ചിലപ്പോൾ തേർഡ് ഗിയറിൽ പോകാറുണ്ട്. എല്ലാ ഗിയറുകളൊന്നും മാറ്റി ഓടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, ആത്മവിശ്വാസത്തോടെ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൈസൻസ് ഒക്കെ അദ്ദേഹം എടുത്തതിന് ശേഷം ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ആവശ്യമില്ലാത്ത പേടിയോ വിറയലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ സ്വയമായിട്ടുള്ള വണ്ടി ഓടിക്കുന്നതിലുള്ള കുറവുകളൊക്കെ മനസ്സിലാക്കി
അതൊന്നും ഒരു കുറവുകളല്ല എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളും എത്തേണ്ടതുണ്ട്. ഒരു എക്സ്പേർട്ട് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് പോലെ ഓടിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു വണ്ടി ഓടിക്കുവാൻ സാധിക്കും, തുടക്കത്തിൽ എങ്ങനെ ഒരു വണ്ടി ഓടിക്കുവാൻ സാധിക്കും, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക, ആ ഒരു കാര്യം ചെയ്യുക. ഒരു വണ്ടി പഠിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വണ്ടിയുടെ സ്റ്റിയറിംഗ് ബാലൻസും അതുപോലെ തന്നെ വണ്ടി നിർത്തുവാനും പെട്ടെന്ന് എടുക്കുവാനും സാധിക്കുക എന്നുള്ളത്. ഒരു ചെറിയ കയറ്റത്ത് വണ്ടി എടുക്കുവാനായിട്ട് പഠിക്കണം, ട്രാഫിക്കിൽ ഒരു വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യുവാൻ സാധിച്ചാൽ ഒരു വണ്ടി നിങ്ങൾക്ക് ഓടിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റിയറിംഗിൻ്റെ നിയന്ത്രണവും. അപ്പോൾ വണ്ടി പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അതിയായിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് മാറുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ള ചിന്തയിൽ വണ്ടി പഠിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. വണ്ടി ഓടിക്കുവാനുള്ള പേടി, വിറയൽ, ആത്മവിശ്വാസമില്ലായ്മ ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. പേടി, വിറയൽ, ആത്മവിശ്വാസം, ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഇതെല്ലാം മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുക. ഏതൊരു സാഹചര്യത്തിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാത്ത മനുഷ്യർ ചുരുക്കമാണ്. എന്നാൽ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ വണ്ടി ഓടിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. എൻ്റെ ഫാദറിനൊരു യൂട്യൂബ് ചാനലുണ്ട്, അനൗൺസർ സാബു കട്ടപ്പന എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അനൗൺസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. സാഹിത്യപരമായിട്ടുള്ള മാറ്ററുകളൊക്കെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കാണുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.